Hi everyone, welcome to Career Talks with Avodha. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സൂര്യയാണ്. സൂര്യ അവോധയിലെ എക്സൽ ടാലി ആൻഡ് GST എന്നുള്ള ട്രെയിനിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് സക്സസ്ഫുള്ളി ഇപ്പൊ ഇന്റേൺഷിപ്പിന് പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. നമുക്ക് സൂര്യയോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് ഇന്റേൺഷിപ്പ് എങ്ങനെ പോകുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് സൂര്യയോട് തന്നെ ചോദിച്ചറിയാം. ഹായ് സൂര്യ, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. എന്തുണ്ട്, എങ്ങനെയുണ്ട് ഇപ്പം ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്നു എന്ന് അറിഞ്ഞു. എവിടെയാണ് ചെയ്യുന്നത് സൂര്യ? ട്രിവാൻഡ്രത്താണ്. കൗഡിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്ലെ? ഓക്കെ, കമ്പനി നെയിം എന്തായിരുന്നു ചെയ്യുന്നത്? US അരുൺ ആൻഡ് അസോസിയേറ്റ്സ് അല്ലെ? ഓക്കെ, അപ്പൊ അവിടെ ഇപ്പം കുറെ നാളായോ ഇന്റേൺഷിപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട്? കുറെ നാളായോ? കേറിയിട്ടേ ഉള്ളൂ, 1 വീക്ക് ആവാറായതേ ഉള്ളൂ. 1 വീക്ക് ആവാറായിട്ടേ ഉള്ളൂ അല്ലെ? ഇപ്പൊ എങ്ങനെയുണ്ട് ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഒക്കെ? എങ്ങനെയുണ്ട്? ലൈക്ക് ഓഫീസിൽ പോയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. ഓക്കെ, എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ? ഒന്ന് ഷെയർ ചെയ്യാമോ? നല്ലൊരു ഇതാണ്. എല്ലാ സാർ പറഞ്ഞു തരും, നമുക്ക് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ ഓക്കെ. സൂര്യ എന്തായിരുന്നു പഠിച്ചത്? ലൈക്ക് അവോധയിലെ ട്രെയിനിങ് പ്രോഗ്രാം ചൂസ് ചെയ്യുന്നതിന് മുന്നേ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നേ? ബികോം ആയിരുന്നു അല്ലേ? ഓക്കെ, ബികോം ഫിനാൻസ്. അത് കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ അവോധയിൽ നിന്ന് ട്രെയിനിങ് പ്രോഗ്രാം ചൂസ് ചെയ്യുമായിരുന്നോ? ഇപ്പൊ എംകോം ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റന്റ് ആയിട്ട് എംകോം കൂടി ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണ്. നമുക്ക് അതിന്റെ ഒരു PGയും കൂടി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ഓക്കെ, അപ്പം ലൈക്ക് ഇവിടെ നിന്ന് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നല്ല ഡിലേ വന്നിട്ടുണ്ടായിരുന്നോ ലൈക്ക് ഇന്റേൺഷിപ്പ് കിട്ടാനായിട്ട്? അത്രയ്ക്കൊന്നും വന്നിട്ടില്ല. മോക്ക് ഇന്റർവ്യൂസ് നടന്ന് പിന്നെ എനിക്ക് കൂടുതൽ എറണാകുളത്ത് നിന്നാണ് കോഴ്സ് വന്നത്. അപ്പൊ ഞാൻ അത് റിജക്ട് ചെയ്ത് ട്രിവാൻഡ്രത്ത് തന്നെ നോക്കിയിരുന്നു. ശരി, അപ്പം സൂര്യയുടെ നാടപ്പൊ ട്രിവാൻഡ്രം ആണോ വരുന്നത്? ഓക്കെ, അപ്പൊ വീടിന് അടുത്ത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വന്നു പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അല്ലേ? ഓക്കെ, സൂര്യ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ അവോധയിലെ ഒരു എക്സൽ ടാലി GST എന്നുള്ള ട്രെയിനിങ് പ്രോഗ്രാം? ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഓക്കെ, സൂര്യ ഞാൻ ചോദിക്കുന്നത് ലൈക്ക് ഇപ്പൊ ബികോം കഴിഞ്ഞ ഒരാളാണെന്ന് പറയുന്നു. അപ്പൊ ബികോം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു GST ഫയലിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു കൂടുതലായിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരുന്നോ? ഇല്ല, ജസ്റ്റ് ബികോമിൽ പഠിച്ച കാര്യം മാത്രമേ അറിയാവൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. പിന്നെ അപ്പൊ ഒരു ജോബ് പറഞ്ഞോളൂ. എന്തായിട്ട് ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നത്? അക്കൗണ്ടന്റ് ആണോ? അക്കൗണ്ടന്റ് ആൻഡ് ഓഡിറ്റ് ട്രെയിനിയാണ്. ഓഡിറ്റ് ട്രെയിനി ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ബികോമിന് പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോബ് എന്താണെങ്കിലും സൂര്യക്ക് പോസിബിൾ ആയിരുന്നില്ല അല്ലെ? പോസിബിൾ ആണ്, അത് തന്നെയാണ് ഇപ്പൊ പ്രാക്ടിക്കൽ ചെയ്യുന്നത്. ശരി, അല്ല ഞാൻ ചോദിക്കുന്നത് ലൈക്ക് നമുക്ക് എക്സലിലുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ GST ഫയലിങ്, ടാലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പം നമുക്ക് കിട്ടുന്ന അറിവ് വളരെ കുറവല്ലേ? അപ്പം ആ കാര്യങ്ങളൊക്കെ തന്നെ അവോധയിൽ നിന്നല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ ജോബിലോട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്? അപ്പൊ അതാണ് ഞാൻ ജസ്റ്റ് ചോദിച്ചത് കേട്ടോ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു മോക്ക് ഇന്റർവ്യൂസിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഷെയർ ചെയ്യാമോ? ലൈക്ക് എങ്ങനെ എത്രത്തോളം അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? മോക്ക് ഇന്റർവ്യൂസ് കാരണം നമ്മൾ പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് അറിയോ സൂര്യ, ഞാനത് ജസ്റ്റ് ഷെയർ ചെയ്യാം. ലൈക്ക് നമുക്ക് മോക്ക് ഇന്റർവ്യൂസ് നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് ലൈക്ക് ഒരു കമ്പനിയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് ആയിക്കോട്ടെ, ഒരു ജോബ് വേക്കൻസി ആയിക്കോട്ടെ, അവിടെ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ഏറ്റവും കഠിനമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും മേ ബി നിങ്ങൾ മോക്ക് ഇന്റർവ്യൂസിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക. അത് മേ ബി ഫസ്റ്റ് സ്റ്റേജിലായിരിക്കില്ല, സെക്കൻഡ് സ്റ്റേജിലായിരിക്കാം. പക്ഷെ എന്നാൽ കൂടി നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു ഇന്റർവ്യൂവിലേക്ക് അത് കുറച്ചും കൂടി എളുപ്പമാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്താണെങ്കിലും അത് യൂസ്ഫുൾ ആയല്ലോ അല്ലെ? അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം ഇന്റേൺഷിപ്പ് ഇപ്പൊ ചെയ്യപ്പം ജസ്റ്റ് 1 വീക്കേ ആയിട്ടുള്ളൂ. അപ്പൊ നല്ല രീതിയിലുള്ള ടാസ്കുകളൊക്കെ വന്നു തുടങ്ങിയോ? നല്ല ജോബ് ഒരു സ്ട്രെസ് വരുന്നുണ്ടോ? ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, കുഴപ്പമില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അല്ലെ? അപ്പൊ എന്താണ് ആക്ച്വലി അത് എന്ത് ഫേം ആണ്? ലൈക്ക് അക്കൗണ്ട്സ്
ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ എന്താണെങ്കിലും വളരെയധികം സന്തോഷം. എക്സൽ ടാലി GST എന്നുള്ള ട്രെയിനിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിപ്പം നിരവധി കുട്ടികൾ നമ്മൾ പ്ലേസ്ഡ് ആവുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാകാൻ പറ്റിയതിൽ സൂര്യക്കും സന്തോഷിക്കാം, അപ്പൊ നമുക്കും സന്തോഷം. എന്താണെങ്കിലും നല്ല രീതിയിൽ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുക. ഇന്റേൺഷിപ്പിന് ശേഷം നല്ലൊരു ജോബിലേക്ക്, ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യുന്നിടത്താണെങ്കിലും അതല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ജോബിലോട്ടാണെങ്കിലും എത്രയും പെട്ടെന്ന് പ്ലേസ്ഡ് ആവാനായിട്ട് എല്ലാവിധ ആശംസകളും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ കമ്മിങ് ടു കരിയർ ടോക്സ് വിത്ത് അവോധ. താങ്ക് യു.